17-ാം തീയതി. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ പ്രലാപവും ആവലാതിയും. മഹാപിതാവായ ഇയ്യോബ് എല്ലാവരാലും കൈവിടപ്പെട്ട് എല്ലാവരും കൈവെടിഞ്ഞ് ശരീരം മുഴുവനും വ്രണപ്പെട്ട് കിടക്കയിൽ തന്നെ ആശ്വസിപ്പിക്കുന്നതിന് 3 സ്നേഹിതന്മാർ വന്നപ്പോൾ അവരോട് തൻ്റെ നിർഭാഗ്യ അവസ്ഥയെ കരഞ്ഞുകൊണ്ട് അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ശേഷം ദീർഘശ്വാസം ഇട്ടുകൊണ്ട് സർവേശ്വരന്റെ തൃക്കൈ എന്നെ ശിക്ഷിക്കുന്നതിനാൽ എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ അല്പമെങ്കിലും എൻ്റെ മേൽ അലിവായിരിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്തു. ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളും ഇതാ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് സ്വന്തം ആശ്വാസത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ അശക്തരായി തീയിൽ സർവാംഗവും വേദനപ്പെട്ട് മഹാപിതാവായ ഇയ്യോബിനെ പോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് എത്രയോ അധിക സങ്കടത്തോടുകൂടെ സർവേശ്വരന്റെ തൃക്കൈ ഞങ്ങളെ ശിക്ഷിക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹിതന്മാരായ നിങ്ങൾ അല്പമെങ്കിലും ഞങ്ങളുടെ മേൽ എളുവായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രകാരം നിരൂപിച്ചുകൊള്ളുവിൻ. ഞങ്ങളുടെ സഹോദരന്മാരായ സമസ്ത ക്രിസ്ത്യാനികളെ ഞങ്ങളുടെ മേൽ എളുവായിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിൽ ഉണ്ടാകാനിടയുള്ള സകല വേദനകളെയുംക്കാൾ അധികം വേദനപ്പെട്ട് യാതൊരു ആശ്വാസവും കൂടാതെയും ഇടമുറിയാതെയും ഞങ്ങൾ മനോവാക്കിലടങ്ങാത്ത പീഡകൾ അനുഭവിക്കുന്നു. ഏതാനും ജപങ്ങളും തപക്രിയകളും ചെയ്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലയോ? ഇവയല്ലാതെ മറ്റു ശരണം ഞങ്ങൾക്കില്ല. ആകയാൽ ഞങ്ങളുടെ മേൽ അലിവുണ്ടാകണമേ. സഹോദര പ്രിയമുള്ള ക്രിസ്ത്യാനികളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഈ പ്രലാപം കേട്ടിട്ട് അവരുടെ പ്രായശ്ചിത്ത കടം തീർക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇതിന്മേൽ എന്ത് ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു? ഞങ്ങളുടെ ദിഗ്വാസികളും സ്നേഹിതരും ഉപകാരികളും സംബന്ധികളുമായ ക്രിസ്ത്യാനികളെ, നിങ്ങളെങ്കിലും ഞങ്ങളുടെ മേൽ എളുവായിരിക്കണമേ. ഞങ്ങളും നിങ്ങളോടുകൂടെ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹബന്ധം എത്ര ശക്തമായിരുന്നു! ആ സ്നേഹം ഇപ്പോൾ എവിടെ പോയി? സർവേശ്വരന്റെ നീതിപ്രകാരമുള്ള ഈ ശിക്ഷയിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഭക്തിയുള്ള ക്രിസ്ത്യാനികളെ, ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളുടെ ഈ പ്രലാപ ശബ്ദം കേട്ട് അവരുടെ അവധി തീരുവാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുവാൻ കരുതിയിരിക്കുന്നു? എൻ്റെ മക്കളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ മേൽ അലിവ് തോന്നണമേ. ഇപ്പോൾ നിറഞ്ഞ പാറാവിൽ ബന്ധിക്കപ്പെട്ട് ദുസ്സഹമായ വേദനകൾ ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളെ ജനിപ്പിച്ചു വളർത്തിയ എൻ്റെ അന്തിമകാലം വരെയും നിങ്ങളുടെ സുഖദുഃഖാദികളിൽ പങ്കുകൊണ്ട് നിങ്ങളുടെ ശ്രേയാഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ രാപ്പകൽ പ്രയത്നിച്ചു വന്നില്ലയോ? നിങ്ങൾ അനുഭവിക്കുന്ന സമസ്തവും ഞാൻ തേടി വെച്ചിട്ടുള്ളതാണല്ലോ. നിങ്ങളുടെ നേരെയുണ്ടായിരുന്ന എൻ്റെ ക്രമാതീതമായ സ്നേഹം എൻ്റെ കഷ്ടപ്പാടിനെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി എൻ്റെ മനസാക്ഷിയെ പോലും ഞാൻ ദണ്ഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞല്ലോ. പിതാവിൻ്റെ പ്രലാപത്തെ മാതാവും ആവർത്തിക്കുന്നു. ആകയാൽ മൃതരായ മാതാപിതാക്കളെ സഹായിപ്പാനുള്ള കടമയെ ഏത് വിധത്തിൽ നിങ്ങൾ നിർവഹിച്ചു വരുന്നു എന്ന് പര്യാലോചിക്കുകയും അതിൽ ഗണ്യമായ വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അതിനെ ഉടനെ തന്നെ പരിഹരിക്കുന്നതിന് പ്രത്യേകം ഉത്സാഹിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തന്നെ മക്കൾ മാതാപിതാക്കന്മാരോടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സഹായം അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ ഇവരുമായി കൂടിക്കഴിഞ്ഞിട്ടുള്ളതിന്റെ സ്മരണ ഇവരുടെ മരണാനന്തരം നാം വിസ്മയിച്ചു കളയുന്നത് എത്രയോ നന്ദിഹീനമായ പ്രവൃത്തിയാണ്. ഇവർ നിസ്സഹായരായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഇപ്പോൾ അല്ലയോ ഇവരുടെ നേരെയുള്ള നമ്മുടെ സ്നേഹം മുഖ്യമായി പ്രത്യക്ഷീഭവിക്കേണ്ടത്? അതിനാൽ ഓരോരുത്തരും അവനവന്റെ അന്തസ്സിനും കടത്തിനും ഒത്ത പോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുന്നതിൽ അമാന്തിക്കാതിരിക്കേണ്ടതാണ്. ജപം. ദയ ചെയ്യുവാനും മോചനം നൽകുവാനും സദാ ഒരുങ്ങിയിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ബന്ധുക്കളുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടെ തൃക്കൺ പാർത്ത് അവരുടെ സകല പാപങ്ങളും പൊറുക്കണമേ. ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന വേദന സ്ഥലത്തിൽ നിന്നും പുറപ്പെട്ട് നിത്യായുസായി അങ്ങേപ്പക്കൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരു രക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെ പ്രതി മരിച്ചവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കോ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെ പ്രതി അവരോട് കരുണാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെ പ്രതി മരിച്ചവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാത് കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവിലാസ വൃന്ദകരായ മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരും എവങ്കലിസ്തന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ എസ്തപ്പാനോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലവറന്തിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗ്രിഗോറിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും വന്ദകരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മഗ്ദലേത്തായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബർബരായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്ന് കർത്താവെ അവരുടെ പാപങ്ങൾ പുറത്തരണമേ. ദയാപരനായിരുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ദയാപരനായിരുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. കഠോര വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുബാല്യ പ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ വലിയ എളിമയെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ പീഡാസഹനങ്ങളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ചോര വിയർപ്പിനെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ.
അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾമുടിയെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾ സ്ലീവായെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ 5 തിരുമുറിവുകളെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങയുടെ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ അതിശയമായ ആരോഹണത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കുന്നവനായ റൂഹാത്ത് ഖുദാശായുടെ ആഗമനത്തെ കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പാപിനിയായിരിക്കുന്ന മറിയം മഗ്ദലത്തോട് പുറത്തവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ സഹോദരർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചരുളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപദൂഷ്യത്താൽ അവർക്കുണ്ടാകുന്ന ശിക്ഷയെ കുറച്ചരുളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലിയണയ്ക്കാൻ തക്കവണ്ണം കൃപ ചെയ്തരുളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പുരാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളണമേ. ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പുരാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളണമേ. ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പുരാട്ടിൻകുട്ടി നിത്യാശ്വാസം അവർക്ക് കൊടുത്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ. കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടരുളണമേ. ഞങ്ങളുടെ അപേശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടെ കൊടുത്തരുളണമേ. സദാകാലവും ജീവിച്ചു വാഴുന്ന സർവേശ്വര കർത്താവേ, ഈ അപേക്ഷയെ കൃപയോടെ കേട്ടരുളണമേ. നിത്യപിതാവേ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്തിരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, നിത്യാശ്വാസം അവർക്ക് കൊടുത്തരണമേ. നിത്യമായ വെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ച സുഹൃത ജപം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. മരിച്ച നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഇന്ന് ആരെല്ലാമാണ് എന്ന് നിരൂപിച്ച് അവരെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി 5 സ്വർഗസ്ഥനായ 5 നന്മ നിറഞ്ഞ മറിയം 5 തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കണം. ആമേൻ.